ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഇന്ന് റെഡിയായി പോകുന്നത്. ഇന്ന് നമുക്കൊരു ബ്രൈഡൽ മേക്ക് ഓവർ ഉണ്ട് ഞെട്ടിയില്ലേ. പക്ഷേ അതിനു മുമ്പ് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. ഒരു വില്ല പോലത്തെ എന്തോ ആണ്. പക്ഷേ അവിടെ ആളുണ്ടോ, ആൾ താമസിക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. അതൊക്കെ പോയിട്ട് അതല്ലല്ലോ വിഷയം. കം ടു ദ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുങ്ങി പോകുന്നത് നമ്മുടെ ആച്ചിയുടെ കുഞ്ഞു കല്യാണം, അഥവാ പ്യൂബർട്ടി സെറിമണി, അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഫിൽറ്ററൊക്കെ അങ്ങോട്ട് ഇടാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ ഇതാണ്ട് വീടിൻ്റെ വഴി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കുഞ്ഞു കല്യാണം നടക്കാനുള്ള വീട്. അങ്ങനെ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കല്യാണമാണോ അത് വേറെ എന്തെങ്കിലും സംഭവമാണോ ഞാനത് സംശയിച്ചു പോയിട്ടോ. അതുമാതിരി ബഹളമായിരുന്നു ഇവിടെ. എന്തോ അടി പൊന്നെ ഇവിടെ. ഈ കാണുന്ന ആളാണ് നമ്മുടെ ആച്ചിയൊക്കെ. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിയൊക്കെ വന്ന് നമുക്ക് കുറേ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആച്ചിയുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. ഇതാണ് ഞെട്ടിക്കൽ ജ്യൂസ് എന്ന് തോന്നുന്നു. കാരണം ഇത് വന്നപ്പോൾ തന്നെ നമ്മളൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളല്ല, നമ്മൾ. ഞാൻ തന്നെ ഇവിടെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുവാണ്. അവളും വന്നപടി ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കാണാനായിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ആച്ചി വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ മേക്കപ്പ് ഇടാനാണല്ലോ നമ്മൾ വന്നത്. അങ്ങനെ നമ്മളെല്ലാം ഒരുക്കി നല്ല സെറ്റാക്കി അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട്. അത് കാണാനായിട്ട് നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീയിലെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സെലീമിന്റെ ചെക്കന്റെ കല്യാണം മുടക്കില്ലേ പെണ്ണാൻ പോയിട്ട് ഭയങ്കര മോശമായില്ലേ. എന്ത് മോശം? ഒരു മോശമില്ല. നമ്മൾ ഇല്ലാത്തൊന്നുണ്ടാക്കി പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ക്യൂട്ട്നെസ് ഇട്ടില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്ട് ഇത്താമൊക്കെ ആയിട്ട് ആച്ചി അവിടെ പോയി ഇരിപ്പുണ്ട്. സംഭവം നോക്കി നല്ല വളവും തിരിവുണ്ടായിരുന്നു. കണ്ണിങ്ങനൊക്കെ തന്നെ നമ്മളെ ബാധിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞാനിവിടെ ഫോണൊക്കെ കൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എല്ലാവരും അവിടെ തലയിലൊക്കെ ഷാളൊക്കെ ഇട്ട് എല്ലാം സെറ്റായിട്ടൊക്കെ ഇരിക്കും. അതൊക്കെ വാ. അങ്ങനെ ആച്ചി നമ്മൾ താഴോട്ട് കൊണ്ടുപോയിട്ട് ഇതാണ് മെയിനായിട്ടുള്ള ചടങ്ങ്. ആച്ചിക്ക് നമ്മൾ സ്വർണവും കാര്യങ്ങളൊക്കെ, പിന്നെ പൈസ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും അറിയാൻ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ നെയ്ഹു. പിന്നെ നമ്മൾ പോയത് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് നോക്കാനാണ്. നല്ല ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നെയ്ഹു ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം അങ്ങോട്ടാണ് കേട്ടോ പോയത്. ഇവിടെ ഫുഡ് ഇങ്ങനെ എടുത്തിങ്ങനെ വെച്ചിട്ട് സ്റ്റക്കായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. എന്തുവാടി ഇത്? സ്റ്റാച്ചു ആയ ചോറ് കയ്യിലോട്ട് എടുത്ത് ഗൈസ്, ഈ ക്യാഷ് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരാനായിട്ട് പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതൊന്നും മാത്രം എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആച്ചി ഇവിടെ പൈസയൊക്കെ ഇരുന്ന് എണ്ണുന്നുണ്ട്. അങ്ങനെ മൈലാഞ്ചി ഇടണമെന്നും പറഞ്ഞ് ഇവിടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിള്ളേർക്കൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ കാണിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ നിരന്ന് നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് അല്ലും ഫാമിലിയൊക്കെ വരുന്നത്. അങ്ങനെ എന്താ ചെയ്യുക, എല്ലാവരും കൂടെ റൂമിലങ്ങ് സെറ്റിലായി. ഇവിടെ സൈഡിലായിട്ട് ഫോണിൽ കളിക്കുകയും ഇവിടെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയും ചെയ്ത് അങ്ങനെ പറഞ്ഞ് വൈകിട്ടായിട്ടുണ്ടായിരുന്നു. ഇരുന്ന് ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ഇനി ഇവിടെ എന്തെങ്കിലും ചിരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അങ്ങനെ എല്ലാവരുമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചോടൊക്കെ ഇരുന്ന് അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഒരു സൈഡിൽ ക്യൂട്ട്നെസ്, ഒരു സൈഡിൽ മൂഡ് ഓഫ്, ഇനി വേറൊരു സൈഡിലാണെങ്കിൽ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇറങ്ങേണ്ടുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.